ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇന്നൊരു ടീസർ റിയാക്ഷൻ ആണ് ഗൈസ്. അതായത് ഒരു അനൗൺസ്മെന്റ് ടീസറാണ്. നമ്മുടെ ജയിലർ 2 അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്. സോ ജയിലർ 2ന്റെ ഒരു അനൗൺസ്മെന്റ് ടീസർ സൺ പിക്ചേഴ്സ് അങ്ങനെ പുറത്തുവിട്ടിട്ടുണ്ടായത് കഴിഞ്ഞ ദിവസം. സോ നമ്മൾ ഇപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. സോ അറിഞ്ഞപാടെ നമ്മളൊന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾ ഓൾറെഡി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ പോലും എൻ്റെ കൂടെ ഇരുന്നൊന്ന് കണ്ടോളൂ ഗൈസ്. സോ ലെറ്റ്സ് വാച്ച് ദ ജയിലർ 2 അനൗൺസ്മെന്റ് ടീസർ ഗൈസ്. കടല് ഗൈസ്, കടല് റേഡിയോ വരുന്ന എന്തൊക്കെ പറയുന്ന ഗൈസ്. നെൽസനും അനിരുദ്ധും ப்ரோமோ கிரியேட்டர்ஸ். நம்ம வேணா திரும்பி கிளம்பி சென்னைக்கே போயிடலாமா? சைக்கிளானே சென்னையில தான் ஜி, அதனால தான் ஸ்டோரி டிஸ்கஷனுக்கு உங்களுக்கு கோவா கூட்டிட்டு വന്നിരിக்கிறேன் ജി. പോസ് ചെയ്യണം, കാരണം സൺ പിക്ചേഴ്സ് ആണ് ഗൈസ്. ഒമാര് പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കൂല. ഒമാര് ബ്ലോക്ക് അടിച്ച് തരും. വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പോലും സമ്മതിക്കൂല. അതുകൊണ്ട് നമുക്ക് പോസ് അടിച്ച് നമുക്ക് കണ്ടു പോകാം ഗൈസ്. அங்க மக்கள்லாம் என்ன ஜி பண்ணுவாங்க நம்ம இல்லாம? நம்ம இருந்தா என்ன பண்ணுவாங்களோ அதே தான் பண்ணுவாங்க ஜி. അതേതാ பண்ணுவேன் ஜி. அப்போ ஓகே. அப்போ ஓகே. பெரிய தார் அப்படியே சைடுல ஒரு சுத்தி போட்டுரு. ஜி, உங்களுக்கு தான் நிறைய டைம் இருக்குல்ல ஜி. நம்ம இந்த டிஸ்கஷன் ஒரு few monthsக்கு அப்புறம் வச்சுக்க கூடாது? உங்களுக்கு என்ன ஜி, வார ஏதாவது ஒன்று ரிலீஸ் பண்றீங்க. நமக்கு அப்படியா? கடைசியா என் படம் வந்ததுக்கு அப்புறம் 5 புயல் வந்துச்சு, ட்ரம்ப் திருப்பி வந்துட்டாரு. எனி டைம் ஓகே ஓகே ஓகே, ஒரு 5 minutes அப்படியே சைலண்டா மெடிடேட் பண்ணிட்டு யோசிப்போமா? മാറ്റിയാച്ചി മെഡിറ്റേഷൻ സത്യമല്ലേ, അനിരുദ്ധ് ആഴ്ചയിൽ ഓരോരോ പാട്ടുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നെൽസൺ ആണെങ്കിൽ ലാസ്റ്റ് ജയിലർ കഴിഞ്ഞ ശേഷം പിന്നെ ഇതുവരെ ഒന്നും ഇറക്കിയിട്ടില്ല ഗൈസ് അല്ലേ. പുതിയ പ്രൊജക്റ്റുമായിട്ട് ഇപ്പോൾ വീണ്ടും ജയിലർ 2 അങ്ങനെ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും പോസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. അവരെ പറന്നു വന്നു വീണ്. ഓ വീണ്ടും വന്നു. ഏതാ മച്ചി? അയ്യോ, ഇതിൽ അവരല്ലേ മറ്റേ ബ്ലാക്ക് വീഡിയോ കേൾക്കാത്തവര് വരാൻ തോന്നല്ലേ. ഓ സർവറ ബുള്ളറ്റ്. എൻ്റെ ചോദ്യം അതല്ല കേസ്, ഈ ജയിലർ 2 അവരെന്തായിരിക്കും കാണിക്കാൻ പോകുന്നത്? അതായത് മറ്റേ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും, ഐ മീൻ മറ്റേ പുള്ളിക്കാരൻ പോലീസായിട്ടുള്ള ആ ഒരു കാലഘട്ടമായിരിക്കും, അതോ ഇനി ഇതിന് ശേഷമുള്ള കാലഘട്ടമായിരിക്കും? എന്തായിരിക്കും കാണിക്കാൻ പോകുന്നത്? കാണാം. ഓ തലവർ രജനികാന്ത് ഒരു ഗ്ലാസ് മുഖം കാണുന്നില്ല ഗൈസ്. സൺ പിക്ചേഴ്സ്. സോ നൈസ് ഒരു ഇൻട്രോ ആയിരുന്നല്ലേ. ഐ മീൻ ഇൻട്രോ കംപ്ലീറ്റ് ആയിട്ടില്ല, ഫേസ് കാണിച്ചിട്ടില്ല. നമുക്ക് വീണ്ടും പോസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. സൺ പിക്ചേഴ്സിനെ കൊണ്ട് തോറ്റിരിക്കുക. അവന്മാർ വീഡിയോ മര്യാദയ്ക്ക് പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കൂല. കംപ്ലീറ്റ് ചോരമേ. കലാനിധിമാരൻ പ്രസൻസ് പയ്യെ നടന്നു വരുന്നു ഗൈസ്. ഗ്രനേഡ് பாருங்களேன், இது பாக்கெட்ல இருந்து கீழே வந்தது கூட தெரியாம போய் நிக்கிறாரு. ഇവരുടെ ഒരു പ്രോമോ ആയിക്കോട്ടെ, അനൗൺസ്മെന്റ് ടീസർ ആയിക്കോട്ടെ, എല്ലാം ഒരു വെറൈറ്റി കണ്ടന്റ് ആണ്. അനിരുദ്ധിന്റെയും നെൽസന്റെയും പൊട്ടി. ഈ ഫസ്റ്റിനകത്തെ ബീജം തന്നെ ആയിരിക്കും ഇതിനകത്തും. ഫസ്റ്റിനകത്ത് ഈ ബീജം എന്തായാലും വേണമല്ലേ, ഇതൊരു ഐക്കോണിക് ബീജം അല്ലേ അതിനകത്ത്. അപ്പോൾ ഇതില്ലാണ്ട് സെക്കൻഡ് എന്തായാലും കൊണ്ടുവരത്തില്ലായിരിക്കുമല്ലോ. പിന്നെ പാട്ടുകളും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. മറ്റേ റത്തമാരി മുത്തമാരി ആ പാട്ടൊക്കെ വേറെ ആയിരിക്കും ഇതിനകത്ത്. അപ്പോൾ അതിനകത്ത് ശരിയാണ്, ഇതിനകത്ത് മോനില്ലല്ലോ അല്ലേ, അപ്പോൾ അത് കാണത്തില്ല. ഓ മറ്റേനകത്തെക്കാട്ടിലും കുറച്ചും കൂടെ ഒക്കെ ഇതുണ്ടെന്ന് തോന്നുന്നു, ആക്ഷൻ സീക്വൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഐ മീൻ വണ്ടിയിലൊക്കെ ആൾക്കാർ വരുന്നു ഗൈസ്. ഓ ഐക്കോണിക് ഷോട്ട്.
കണ്ണാടി കാണിച്ചപ്പോഴത്തേക്ക് മിസൈൽ വന്ന് കേസ് എങ്ങാണ്ട് വന്ന് ഫസ്റ്റിനകത്ത് കണ്ണാടി കാണിക്കുമ്പോഴല്ലേ മറ്റേ ലോറി മറ്റേ കണ്ടെയ്നർ ഫ്ലിപ്പ് അടിക്കുന്നത്. ഓ ടൈഗർ കാ ഹുക്കും. ഓ മോനെ അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പാസ്റ്റ് അല്ല പ്രസന്റ് കണ്ടിന്യൂവേഷൻ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സൂപ്പർ സ്റ്റാർ രജനി ബോംബിട്ടവർക്കൊന്നും പറ്റില്ലല്ലോ. பயங்கரமா இருக்கு நெல்சா, இதுவே பண்ணிடலாமே. പണിട്ടാ പോച്ച്. ഇത് കണ്ടിട്ട് തന്നെ ഒരു എന്താ പറയാ മൂവിക്കകത്തെ ആ ഒരു സീൻ അതൊരു അനൗൺസ്മെന്റ് ടീസർ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ആയിട്ട് തോന്നുന്നില്ല കേസ്. ജയിലർ 2 അപ്പൊ ഇതിനകത്ത് മോഹൻലാലും മറ്റേ പുള്ളിയൊക്കെ കാണും ഇതിനകത്ത് അന്നേരം മറ്റേ പുനീത് രാജ്കുമാറിന്റെ ബ്രദർ അവരൊക്കെ കാണും ഇതിനകത്ത്. അവരും കൂടെ ഒക്കെ വേണമല്ലേ. ഞാൻ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ ഫ്ലാഷ് ബാക്ക് വേണമായിരുന്നു, അല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിലേക്ക് എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് കാണിക്കാനായിരിക്കും ചിലപ്പോൾ ജയിലർ 2. ബട്ട് ഇനി ഫ്യൂച്ചറിലോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും മറ്റേ വിനായകൻ ഇനിയും വേറെ ആരെങ്കിലും ബിനാമി ആയിരുന്നായിരിക്കുമോ? വിനായകനെ കൊന്നതിനും അവരുടെ ആ ഒരു ഗുണ്ടാ സെറ്റപ്പൊക്കെ തകർത്തതിന് ഇനിയും വേറെ ആൾക്കാർ വന്ന് വീണ്ടും ഇടി തട്ടിപ്പ് ഫുൾ ഡാർക്ക് സീൻ ആയിരിക്കും ഇനി. സോ ഇറ്റ്സ് ജസ്റ്റ് അനൗൺസ്മെന്റ് ടീസർ. ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ലെന്നാണ് വിചാരിക്കുന്നത്. രജനീകാന്ത് ഇപ്പോൾ കൂലിയുടെ ഷൂട്ടിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ വർഷം പടം കാണാൻ ചാൻസ് കാണുമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ കാണത്തുള്ളായിരിക്കും. അപ്പം ജയിലർ 2 എന്ന് പറയുമ്പോൾ ജയിലർ 1ന്റെ മണ്ടയ്ക്ക് നിൽക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് പോയി ഗൈസ്. ജയിലർ 1ന്റെ ആ ഒരു ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റും മോളവും കൂടെ ഒക്കെ പോകും. അങ്ങനെ ജയിലർ 2 വരാൻ പോവുകയാണ് ഗൈസ്, കമ്മിങ് സൂൺ ആണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.